ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. ഓരോ ദിവസം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും കൂടുതൽ ദുരൂഹതകൾ ഉണ്ടാവുകയാണ്. വിദേശ വ്യവസായിയുടെ മൊഴിയാണ് ഇപ്പോൾ കൂടുതൽ ദുരൂഹതകൾ ഉയർത്തുന്നത്. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇത് ശബരിമലയിലേതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. ഈ കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുമ്പോൾ അന്വേഷണത്തിന് കൂടുതൽ ഏജൻസികൾ എത്താനുള്ള സാധ്യത കൂടി കൂടുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. കേസിലെ സാമ്പത്തിക ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് വിശദമായി തന്നെ നോക്കിയാൽ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുമായി ബന്ധമുള്ള പ്രവാസി വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയാണ് ഇപ്പോൾ, അതിന്റെ ഉള്ളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് വിഗ്രഹ കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരുന്നത്. സ്വർണ്ണ കവർച്ച കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലും ഇടനിലക്കാരനായി നിന്നതെന്നാണ് ഈ വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരാളുടെ രംഗപ്രവേശം കൂടി ഈ കേസിൽ ഉണ്ടാവുകയാണ്. ഡി മണി എന്ന ഒരാളാണ് പുതുതായി പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഈ ഡി മണി? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്ന് നടത്തിയ വിഗ്രഹ കടത്തിൽ വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് എന്നതാണ് പ്രവാസി വ്യവസായി മൊഴിയിൽ പറയുന്നത്. ഡി മണി ആരാണ് എന്നതിനെക്കുറിച്ചും SITക്ക് വിവരം ഈ വ്യവസായി കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വ്യവസായി പരാമർശിച്ച ഡി മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ 2019-2020 കാലഘട്ടത്തിലാണ് ഈ വിഗ്രഹക്കടത്തും നടന്നിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വ്യവസായിയുടെ മൊഴിയിൽ പറയുന്നത്. 2020 ഒക്ടോബർ 26-ന് ഡി മണി തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഉന്നതനാണ് പണം കൈമാറിയതെന്നാണ് വിവരം ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ഈ വ്യവസായി മൊഴി നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലെത്തി കച്ചവടം ഉറപ്പിച്ച് പണം കൈമാറുകയും തുടർന്ന് 4 ഘട്ടങ്ങളിലായി പഞ്ചലോക വിഗ്രഹങ്ങൾ കൈമാറി എന്നതുമാണ് ഈ മൊഴിയിൽ പറയുന്നത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിന്നാണോ വിഗ്രഹങ്ങൾ കടത്തിയതെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്ന ഉത്തരവാദിത്തമാണ് അന്വേഷണ സംഘത്തിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ അതല്ല എങ്കിൽ, ശബരിമലയിൽ അതല്ല എങ്കിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടോ എന്നൊരു വലിയ ചോദ്യം കൂടി ഇവിടെ ഉയരും. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധം ആദ്യമായി സംശയിച്ചത് ഹൈക്കോടതിയാണ്. ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റും പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും കൊള്ളയടിച്ച് കടത്തുന്ന സുഭാഷ് കപൂറിന്റെ രീതിക്ക് സമാനമായ കൊള്ളയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതെന്നായിരുന്നു അന്ന് ഹൈക്കോടതി പരാമർശിച്ചത്. ആരോപണവുമായി പിന്നീട് രമേശ് ചെന്നിത്തല രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അത് ചില വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP വെങ്കിടേഷിന് രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കത്ത് നൽകി. നേരിട്ട് അറിവുള്ള ഒരാളിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് നൽകുന്നതെന്നാണ് രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 500 കോടിക്കടുത്തുള്ള ഒരു ഇടപാടാണ് സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയിൽ നിന്ന് SIT വിവരം തേടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വിദേശ വ്യവസായിയെ വിളിച്ചു വ്യവസായിയിൽ നിന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം മൊഴിയെടുത്തത്. അപ്പോൾ അങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഈ വിവരങ്ങൾ, മറ്റൊരു വ്യവസായിയുടെ ഇടപെടൽ, ഡി മണി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഇടപെടൽ ലഭിച്ചിരിക്കുന്നത്, വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കടത്തപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ വിവരം CBI ഹൈക്കോടതിയെ അറിയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസ് ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല എന്നതാണ് CBI കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, CBI അന്വേഷണം എന്നൊരാവശ്യം ഈ സ്വർണ്ണപ്പാളി മോഷണം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ആദ്യഘട്ടം മുതൽ തന്നെ ആരംഭിച്ചതാണ്. BJP ആ ആവശ്യം ആദ്യം മുതൽ തന്നെ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന് കോടതി സംശയം ഉന്നയിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ ഏജൻസി അന്വേഷിച്ചാൽ പര്യാപ്തമാകില്ല എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ CBI കോടതി പറയുകയാണെങ്കിൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന സാഹചര്യവും സാധ്യതയും
ബോധിപ്പിച്ചിരിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിൽ മറ്റൊരു കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിലെ വിവരങ്ങളുടെ സർട്ടിഫൈഡ് പകർപ്പ് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. അങ്ങനെ ഇതിന്റെ വിവരങ്ങൾ ഇഡിക്ക് കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കേസുകളുടെ FIRകൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവ നൽകാനാണ് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇഡിയുടെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതിനൊപ്പമാണ് ഇപ്പോൾ CBI കൂടി ഈ കേസിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് കോടതിയുടെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും. എന്തായാലും കോടതി അങ്ങനെ നിശ്ചയിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന കാര്യം CBI ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഗുരുതര ആരോപണവുമായാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വരുന്നത്. SITക്ക് മേൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടായി എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ഈ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തുമെന്നുമാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം SITയുടെ അന്വേഷണം മെല്ലെപ്പോക്കിലാണ് എന്നൊരു വിമർശനം കോടതിയുടെ ഭാഗത്ത് വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് 2 IPS ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിന്റെ പിന്നിൽ ആരോപിക്കുന്നത്. അവർ സമ്മർദ്ദം ചെലുത്തി എന്ന് ആരോപിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. 19 നടന്ന മോഷണം 2024 നടക്കുക. ഹൈക്കോടതി നേരിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ CBI അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. അത് മന്ദഗതിയിലായി. അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു. കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട്. ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും. കാരണം അതിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു, എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഹൈക്കോടതി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകുമെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് SITയുടെ മീതെ ചെലുത്തുന്നത്. മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥന്മാർ. ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോ പറയുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് അവർ 2 പേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. അവർ പിന്മാറിയില്ല എങ്കിൽ ആ പേര് വെളിപ്പെടുത്തും, ആ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തും എന്ന് കൂടിയാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രവുമല്ല, ശബരിമലയ്ക്ക് പുറത്തുള്ള ക്ഷേത്രങ്ങളിലും സമാനമായ നിലയിൽ കവർച്ചകൾ നടന്നോ എന്ന സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ. ഗോവർദ്ധന്റെ 2 ജാമ്യാപേക്ഷകളിൽ ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മറുപടി നൽകാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിയിട്ടുമുണ്ട്. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്കുമില്ല എന്നതാണ് ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ളത്. സ്പോൺസർ എന്ന നിലയിൽ 2019 മുൻപ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഗോവർദ്ധൻ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണ്ണമാണ് തനിക്ക് ലഭിച്ചത്. ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ DDI 10 ലക്ഷവും 10 പവന്റെ ഒരു മാലയും ശബരിമലയ്ക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ കവർച്ചയുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഗോവർദ്ധൻ ചൂണ്ടിക്കാട്ടിയത്. ആകെ 1.5 കോടിയിലധികം രൂപ ശബരിമലയിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. തട്ടിപ്പായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇത്രയും തുക സംഭാവന നൽകില്ലായിരുന്നുവല്ലോ എന്നും ഗോവർദ്ധൻ ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കോടതി അത് അവധിക്ക് ശേഷം പരിഗണിക്കാനാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ശക്തമാവുകയാണ്. അന്വേഷണം ഈ ഘട്ടത്തിൽ സത്യസന്ധമായി മുന്നോട്ട് പോകണം എന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. പക്ഷേ അവിടെ
നിലവിൽ സംസ്ഥാന പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് കോടതി തന്നെ നിരീക്ഷിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവർ നേരത്തെ തന്നെ ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിൽ ഇടപെടൽ നടത്തുന്നത് 2 IPS ഉദ്യോഗസ്ഥരാണ് എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുക കൂടിയൊക്കെയാണ്. ഈ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ഏജൻസികൾ അന്വേഷിക്കണമോ എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധനകൾ ഉണ്ടാകണം. അത് കോടതിയായിരിക്കും പരിശോധിക്കുക. ഉചിതമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അയ്യപ്പനെ അയ്യപ്പനോ കോടതിയോ ഇവർ രണ്ടും മാത്രമേ ഉള്ളൂ രക്ഷിക്കാൻ. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ ശരിയായ വഴിക്ക് നീങ്ങട്ടെ എന്ന് ആശിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷം രൂപ എന്ന നിർണായകമായിട്ടുള്ളൊരു മാന്ത്രിക സംഖ്യ കൂടി പിന്നിട്ടിരിക്കുകയാണ്. 1 പവൻ സ്വർണത്തിന് ഇന്ന് 1,01,600 രൂപയാണ് വില. നേരത്തെ തന്നെ 1 പവൻ സ്വർണം വാങ്ങാൻ 1 ലക്ഷത്തിലധികം രൂപ കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പണിക്കൂലി ഉൾപ്പെടെയാണ്. പക്ഷേ ഇതാ ഇപ്പോൾ പണിക്കൂലി ഇല്ലാണ്ട് തന്നെ 1,01,600 രൂപയായി സ്വർണത്തിന്റെ വില കൂടിയിരിക്കുകയാണ്. 1 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 12,700 രൂപ നൽകണം. ഈ വർഷം ജനുവരിയിൽ 57,000 രൂപ നിരക്കിൽ മാത്രമായിരുന്ന സ്വർണ്ണവിലയാണ് ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിയായിരിക്കുന്നത്. സ്വർണത്തിന്റെ വില കുതിച്ചുയരാനുള്ള കാരണങ്ങളും സ്വർണ്ണവിലയുടെ ചരിത്രവും നമുക്ക് വിശദമായി തന്നെ നോക്കാം. സ്വർണത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മുന്നേറ്റമുണ്ടായിട്ടുള്ള ഒരു കാലം, ഒരു വർഷത്തിനിടയിൽ ഇത്രയും വലിയ വിലവർധന എന്നൊരു കാലം വേറെ ഉണ്ടായിട്ടേയില്ല. ആഭരണ പ്രിയരായിട്ടുള്ളവരും സാധാരണക്കാരും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പ്രതിസന്ധി നേരിടുന്ന കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസും ചേരുമ്പോഴുള്ള വാങ്ങൽ ചെലവ് ഇനി താങ്ങാനാകുന്നതിലും അപ്പുറമാകുന്ന ഒരു നിലയാണ് സ്വർണ്ണവിലയിൽ വന്നു ചേർന്നിരിക്കുന്നത്. സ്വർണ്ണക്കുതിപ്പിന്റെ നാൾവഴികൾ തന്നെ അതിശയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 1 ദശാബ്ദത്തിനിടെയാണ് സ്വർണ്ണവില അതിന്റെ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പവന്റെ വില ഇരട്ടിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 1925 വെറും 13 രൂപ 75 പൈസയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. അത് 1950 ആകുമ്പോൾ 72 രൂപ 75 പൈസയായി ഉയർന്നു. 25 വർഷവും കൂടെ കഴിയുമ്പോൾ 396 രൂപയായി 1 പവൻ സ്വർണത്തിന്റെ വില മാറി. 2000-ൽ 3,212 രൂപ മാത്രമായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 2015 ആകുമ്പോൾ അത് 19,760 വെറും 5 വർഷം കൊണ്ട് 32,000 രൂപയായി 1 പവൻ സ്വർണത്തിന്റെ വില മാറി. പക്ഷേ അന്നും ആ കാലഘട്ടങ്ങളിലൊക്കെ സ്വർണ്ണവില ഉയരുന്നതിന്റെ ആശങ്കകളുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എത്ര ഭേദമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. 2020-ൽ നിന്ന് 2023 ആകുമ്പോഴേക്ക് തന്നെ 44,000 രൂപയായി. അപ്പോൾ 50,000 കടക്കുന്നതിന്റെ ആശങ്കകളാണ്. 50,000 കടക്കുമോ എന്ന ആശങ്കയാണ്. കൃത്യം 1 വർഷം കൊണ്ട് 2024-ൽ 50,000 കടന്നു സ്വർണ്ണ വില. പവന് 50,200 രൂപ എന്ന നിലയിലേക്ക് 2024-ലെത്തി. 2025 ഡിസംബർ ആകുമ്പോൾ അത് 1,01,600 രൂപ എന്ന ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു വർഷം വലിയ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. 2025 ജനുവരിയിൽ പവന് 57,200 രൂപയായിരുന്നു വില. ഈ വർഷം ഈ 12 മാസം കൊണ്ട് മാത്രം സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള വർധന എന്ന് പറയുന്നത് 44,400 രൂപയാണ്. അതായത് 1 വർഷം മുമ്പ് 1 പവൻ സ്വർണത്തിനുണ്ടായിരുന്ന വില അത്രയും തന്നെ കൂടിയിരിക്കുകയാണ്. അതായത് ഇരട്ടി വിലയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഈ കുതിപ്പ്? കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ എത്ര വേഗത്തിലാണ് സ്വർണ്ണവില ഉയർന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് പലതരത്തിലുള്ള ആശങ്കകളാണ്. ഓരോ യുദ്ധത്തിൻ്റെ ആശങ്കകൾ വരുമ്പോഴും സ്വർണ്ണവില കൂടും. ഈ ഒരൊറ്റ വർഷം ഇത്രയധികം വിലവർധനയിലേക്ക് കാര്യങ്ങൾ എത്തിയതും യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ നിലയിലേക്ക് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണം റഷ്യ യുക്രൈൻ യുദ്ധമാണ്. ഇപ്പോൾ US വെനസ്വേല ഭിന്നത അതിരൂക്ഷമാകുന്നു. അവിടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ, യുദ്ധം ഉണ്ടാകുമോ എന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ഈ റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ നീക്കം പൊളിയും എന്ന ആശങ്ക ഉണ്ട്. അത് കനക്കുന്നത് സ്വർണത്തിൻ്റെ വില ഉയരാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളിൽ ഒരു സുരക്ഷിത നിക്ഷേപമായി സ്വർണം മാറും. സ്വർണം എപ്പോഴും സുരക്ഷിതമാണ് എന്നൊരു ബോധം ആളുകൾക്കുണ്ടാകും. അതാണ് സ്വർണത്തിന്
വില കൂടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാകുന്നത്. യുദ്ധമുണ്ടായാൽ ആഗോള സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും. അത് ലോകത്തിൻ്റെ ഏത് മേഖലയിൽ ഉണ്ടാകുന്ന സ്വർണ്ണമായാലും സാമ്പത്തിക മേഖലയെ അത് ബാധിക്കും. വ്യാപാര വാണിജ്യ ഇടപാടുകളും ഓഹരി കടപ്പത്ര കറൻസി വിപണികളും ഒക്കെ തകരും. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ അങ്ങനെയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വർണത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത്. അത് സ്വർണ്ണവില ഉയരാൻ വലിയ കാരണമാകും. വലിയ ഡിമാൻഡ് വരുമ്പോൾ അതിന് സ്വാഭാവികമായും ഉണ്ടാകുന്ന വിലവർധനയാണ് ഇങ്ങനെ ഈ രീതിയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഇട നൽകുന്നത്. രാജ്യങ്ങൾ കറൻസികൾക്ക് പകരം കരുതൽ ശേഖരത്തിലേക്ക് സ്വർണം വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതും വില കുതിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതിനു പുറമെ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇനിയും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും സ്വർണ്ണവില ഉയരാൻ കാരണമാകും. അതായത് ഈ പലിശ കുറഞ്ഞാൽ കടപ്പത്രങ്ങളിലും മറ്റ് ബാങ്ക് നിക്ഷേപങ്ങളിലും അതിൽ ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കുറയും. അത് അനാകർഷകമായി മാറും. ആ ഘട്ടത്തിൽ അവർ സ്വർണത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്യും. അതും സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടും. അങ്ങനെ സ്വർണ്ണവില കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ US ഡോളറിനെ ദുർബലപ്പെടുത്തുന്നതിലൂടെയാണ് ഈ സ്വർണത്തിലേക്ക് ആളുകൾ എത്തുന്നത്. അത് സ്വർണത്തിന് വലിയ കരുത്തായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളാലാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു പോകുന്നത്. ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ ആശങ്കയിൽപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആഭരണമായിട്ട് വിവാഹത്തിന് വേണ്ടിയൊക്കെ സ്വർണം വാങ്ങേണ്ടി വരുന്നവരാണ് ഏറ്റവും ആശങ്കയിൽപ്പെടുന്നത്. അതേസമയം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ കാലമാണ്. സ്വർണത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഗോൾഡ് ETF-ലും മറ്റുമൊക്കെ നിക്ഷേപം നടത്തിയവരെ സംബന്ധിച്ച് സ്വർണത്തിന് വില കൂടുന്നത് നിക്ഷേപം എന്ന നിലയിൽ ഇതൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കോയിനുകളും ബാറുകളും ഒക്കെ ആയിട്ടായിരിക്കും അവർ സ്വർണം വാങ്ങി വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ വില കൂടുമ്പോൾ അതിൻ്റെ നേട്ടം അവർക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരും. അവരുടെ ആസ്തി കുതിച്ചുയരുന്ന ഒരു സാഹചര്യം വരും. അവരെ സംബന്ധിച്ച് സ്വർണ്ണവില കൂടുന്നത് വലിയ ആശ്വാസകരമാണ്, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതേസമയം ഈ ലക്ഷത്തിലെത്തി നിൽക്കുമ്പോഴും നമുക്ക് കാണാം ജ്വല്ലറികളിലൊക്കെ ഇപ്പോഴും തിരക്കാണ്. എല്ലാ കാലത്തും കാണുന്ന കാര്യത്തിലുള്ള തിരക്കുണ്ട്. എന്തുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടുമ്പോഴും ഇത്തരം തിരക്കെന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ആവശ്യം ഒരിക്കലും കുറയുന്നില്ല എന്നതാണ്. അത് അളവ് ഒരുപക്ഷെ ഇപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് 50 പവൻ എടുക്കേണ്ടവർ ഒരുപക്ഷെ 25 പവനാക്കി അത് കുറയ്ക്കുമായിരിക്കും. പക്ഷേ എന്നാലും അവർക്ക് ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജ്വല്ലറികളിൽ തിരക്ക് കുറയുന്നില്ല എന്നതാണ് സാഹചര്യം. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിത നിക്ഷേപമായി മാറുമ്പോൾ ആ രീതിയിൽ നിക്ഷേപമായി സ്വർണം വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും കൂടും. അവരും ജ്വല്ലറികളിലേക്ക് എത്തും. അപ്പോൾ എപ്പോൾ നോക്കിയാലും ജ്വല്ലറികളിൽ തിരക്കുണ്ടാകും. നിക്ഷേപ ഉൽപ്പന്നങ്ങൾ ആക്കി ഇത് മാറ്റുമ്പോൾ ബാറുകളും നാണയങ്ങളും സേവിങ്സ് സ്കീമുകൾ നമുക്കറിയാം. പല ജ്വല്ലറികളുമായി ബന്ധപ്പെട്ടും അത്തരം സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവയിലൊക്കെ താല്പര്യം ജനങ്ങൾക്ക് കൂടും. അവർ അതിനു വേണ്ടിയൊക്കെ ജ്വല്ലറികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു അലങ്കാര വസ്തു എന്നതിനപ്പുറത്തേക്ക് സ്വർണത്തെ ഒരു നിക്ഷേപമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ പണിക്കൂലി കുറഞ്ഞ തരത്തിലുള്ള സ്വർണങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങളായാലും ആ രീതിയിലുള്ള സാധനങ്ങൾ മേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. ബാറുകളും കോയിനുകളും ഒക്കെയാക്കി സ്വർണത്തെ മാറ്റും. ഇതിനും ജ്വല്ലറികളെ ആശ്രയിക്കുന്നവരാണ് കൂടുതലായും ജ്വല്ലറികളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിമലിസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകൾ ആണ് ഇപ്പോൾ ജ്വല്ലറികൾ കൂടുതലായും അവതരിപ്പിക്കുന്നത്. അത്തരം സ്വർണം വാങ്ങാനാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. അതായത് അനിയന്ത്രിതമായ ഈ വില വർധന ഉണ്ടാകുമ്പോൾ ആഭരണങ്ങളുടെ ഡിസൈനുകളും മാറുകയാണ്, അതിൻ്റെ നിർമ്മാണ രീതികൾ മാറുകയാണ്. അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ട് തന്നെ വലിയ പൊലിമ തോന്നുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി ആളുകളെ ആകർഷിക്കാൻ ജ്വല്ലറികളും തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്വല്ലറികളിൽ ആള് കുറയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ നേരിട്ട് എത്തി നിക്ഷേപമായി തന്നെ ഇത് മാറ്റുന്നതിനും ജ്വല്ലറികളെ ഉപയോഗപ്പെടുത്തുന്നു. അതേസമയം ഇടത്തരം താഴ്ന്ന വരുമാനമുള്ള ഉപഭോക്താക്കളാണ് കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് ഈ ചെറിയ രീതിയിലുള്ള സ്വർണം വാങ്ങലുകൾക്ക് നിൽക്കുന്നത്. എന്തായാലും സ്വർണത്തെ സംബന്ധിച്ച്, സ്വർണം നിക്ഷേപമായി കരുതുന്നവരെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് സ്വർണത്തിൻ്റെ ഈ കുതിച്ചുചാട്ടം. അതേസമയം തന്നെ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങേണ്ടി വരുന്നവരെ സംബന്ധിച്ച് ഇതൊരു കെട്ടകാലവുമാണ്. അടുക്കാൻ പറ്റാത്ത വിലയാണ് പൊന്നിന്.
ഗ്രീൻലാൻഡിനെ യുഎസിന്റെ ഭാഗമാക്കാൻ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപും ഡെൻമാർക്കിന് കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശവുമായ ഗ്രീൻലാൻഡിൽ പ്രത്യേക ദൂതനെ പുതിയ ദൗത്യവുമായി ബന്ധപ്പെട്ട് ട്രംപ് നിയമിച്ചിരിക്കുകയാണ്. ധാതു സമ്പന്നമായ ആർട്ടിക് ദ്വീപ് കൈയടക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഊർജിതമാക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക്കിനെയാണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി ട്രംപ് അധിക ചുമതല നൽകി അയച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കയുടെ മോഹം ട്രംപ് അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാക്കിയിരുന്നു. ആ ആഗ്രഹത്തിലേക്കുള്ള കൂടുതൽ ഒരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ ലാൻഡ്രിക്കിന്റെ നിയമനത്തിലൂടെ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ US സൈനിക താവളമുണ്ട്. ഗ്രീൻലാൻഡിനെ US ഭാഗമാക്കാനായി താൻ യത്നിക്കുമെന്ന് പദവി ഏറ്റെടുത്തുകൊണ്ട് ലാൻഡ്രിക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഗ്രീൻലാൻഡിലെ അമേരിക്കൻ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുത്തെ ജനങ്ങളുമായി ഭാവി കാര്യങ്ങളിൽ ചർച്ചകൾ നടത്താനും ലാൻഡ്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യത്തെ പരസ്യമായി പിന്തുണച്ച വ്യക്തിയാണ് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്ന ലാൻഡ്രി. ട്രംപ് തികച്ചും ശരിയാണ് എന്നതാണ് ഈ വിഷയത്തിൽ ലാൻഡ്രിയുടെ അഭിപ്രായം. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകണം എന്ന് തന്നെ താനും ആഗ്രഹിക്കുന്നു എന്ന് ലാൻഡ്രി നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. നിയമനത്തിന് ശേഷം ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡ് എന്ന സ്ഥലം ലക്ഷ്യമിടുന്നത്? എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ US ആഗ്രഹിക്കുന്നത് എന്നത് കൂടി നോക്കണം. അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ഭൂമിശാസ്ത്രപരമായ ഗ്രീൻലാൻഡിന്റെ സ്ഥാനം തന്നെയാണ്. ഗ്രീൻലാൻഡിലെ ധാതു നിക്ഷേപമാണ് US മോഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഇപ്പോൾ വടക്കേ അമേരിക്ക ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രീൻലാൻഡ് 600-ലധികം വർഷമായി ഡെൻമാർക്കിനൊപ്പമാണ്. പേരിൽ ഗ്രീൻ എന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡിന്റെ 80% ഭാഗവും മഞ്ഞു മൂടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. 1953 വരെ ഡെൻമാർക്കിന്റെ കോളനിയായിരുന്നു ഗ്രീൻലാൻഡ്. ഇപ്പോഴും ഡെൻമാർക്കിന്റെ ഭാഗമായി തുടരുന്ന ഗ്രീൻലാൻഡ് 2009 സ്വയംഭരണാധികാരമുള്ള പ്രദേശമായി മാറുന്നത്. വിദ്യാഭ്യാസവും ആരോഗ്യം തുടങ്ങിയ ആഭ്യന്തര വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും പ്രതിരോധം, വിദേശനയം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രീൻലാൻഡിന്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. ധാതു സമ്പുഷ്ടമാണ് ഗ്രീൻലാൻഡ് എന്ന് സൂചിപ്പിച്ചുവല്ലോ. എർത്ത് മിനറലുകളുടെ വൻ നിക്ഷേപമാണ് ഇവിടെയുള്ളത്. മാത്രമല്ല യുറേനിയവും ധാരാളമായിട്ടുണ്ട്. നമുക്കറിയാം, ഈ ധാതുക്കളോട് ട്രംപിനുള്ള ഇഷ്ടം പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. റഷ്യ യുക്രൈൻ ബന്ധം അവസാനിപ്പിക്കാൻ പോകുമ്പോഴും അവിടെ ധാതുക്കൾ കിട്ടുന്ന സ്ഥലം ഏതൊക്കെയുണ്ടെന്ന് അന്വേഷിക്കും. അസീം മുനീറുമായി നടത്തുന്ന ചർച്ചയിലും ട്രംപിന്റെ ലക്ഷ്യം ഇതുപോലെയുള്ള അപൂർവ ധാതുക്കൾ ഉള്ള ഇടങ്ങളാണ്. അപ്പോൾ ഇവിടെയും ട്രംപിനെ നയിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഈ ധാതുക്കൾ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ്. കമ്പ്യൂട്ടറുകളും ചിപ്പുകൾ, മൊബൈൽ ഫോണുകൾ, വൈദ്യുത വാഹനങ്ങൾ, അങ്ങനെ ആധുനിക ലോകത്തിന് അനിവാര്യമായ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഏറെ അത്യാവശ്യമാണ് റെയർ എർത്ത് മിനറലുകൾ. ഇന്ന് ഈ മേഖലയിൽ ഏറ്റവും ആധിപത്യം ചൈനയ്ക്കാണുള്ളത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമാക്കുക, ആ സ്ഥാനം സ്വന്തമാക്കുക എന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അമേരിക്ക കണ്ടുവെക്കുന്നു എന്നതാണ് വളരെ വ്യക്തമാകുന്നത്. US പ്രത്യേകിച്ചും ട്രംപിന്റെ ചൈന വിരുദ്ധ തന്ത്രങ്ങൾക്ക് വലിയ തോതിൽ ഗ്രീൻലാൻഡ് ഗുണകരമാകും എന്ന തോന്നലാണ് അവരെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ ഭൂമിശാസ്ത്രപരവും ധാതു നിക്ഷേപപരവുമായുമൊക്കെ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ US മോഹിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ അമേരിക്കയുടെ ഗ്രീൻലാൻഡിന് വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്ട് 1867 മുതൽ തുടങ്ങുന്നതാണ്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാൻ അന്നു മുതൽ തന്നെ US ആഗ്രഹിക്കുന്നുണ്ട്. 1946 അന്നത്തെ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ $100 മില്യൺ ഗ്രീൻലാൻഡ് വാങ്ങാൻ താൽപര്യപ്പെട്ടിരുന്നു. ഭൂമിശാസ്ത്രപരവും സൈനികവുമായ ആവശ്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു US ആ നീക്കമെങ്കിലും അന്നത് നടന്നില്ല. 2019 ട്രംപ് അധികാരത്തിൽ വരുമ്പോഴാണ് വീണ്ടും ഈ ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ ഡെൻമാർക്കും ഗ്രീൻലാൻഡും രംഗത്തെത്തുകയും ട്രംപിന്റെ ആഗ്രഹം നടക്കാതെ പോവുകയും ചെയ്യുകയായിരുന്നു. അക്കൊല്ലം നിശ്ചയിച്ചിരുന്ന ഡെൻമാർക്ക് സന്ദർശനം പോലും റദ്ദാക്കിക്കൊണ്ടാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. അപ്പോൾ അമേരിക്ക ആദ്യമൊന്നും ആയിട്ടല്ല ഇത്തരം ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, അമേരിക്കയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള
വാങ്ങലുകൾ നേരത്തെ നടന്നിട്ടുള്ള ഒരു ചരിത്രവുമുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നും പണം കൊടുത്ത് പ്രദേശങ്ങൾ അമേരിക്ക നേരത്തെയും സ്വന്തമാക്കിയിട്ടുണ്ട്. 1803 ഫ്രാൻസിൽ നിന്ന് $15 മില്യൺ ലൂസിയാന അമേരിക്ക സ്വന്തമാക്കിയത്. 1867 റഷ്യയുടെ പക്കൽ നിന്നാണ് $7.2 മില്യൺ അലാസ്ക വാങ്ങിയത്. 1916 $25 മില്യൺ ഡെൻമാർക്കിൽ നിന്ന് ഡാനിഷ് വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് വാങ്ങുന്നത്. അപ്പോൾ ഈ സാഹചര്യം വെച്ചിട്ടുകൊണ്ടാണ് അമേരിക്ക ഈ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഗ്രീൻലാൻഡിന്റെ ഭാവി അവിടുത്തുകാർ തന്നെ തീരുമാനിക്കുമെന്നും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ ബഹുമാനിക്കാൻ US ശ്രമിക്കണമെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ US നടപടിക്കെതിരെ ഡെൻമാർക്കും രംഗത്തെത്തി. ഡെൻമാർക്കിലെ US സ്ഥാനപതിയെ വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ് USന്റെ ഭാഗമാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേക ദൂതനായി നിയമിച്ചതിൽ താൻ അങ്ങേയറ്റം അസ്വസ്ഥനാണ് എന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്ക അഭിപ്രായം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം വളരെ സജീവമായി നിൽക്കുകയാണ്. എന്തായാലും പ്രത്യേക ദൂതനെ അയച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റാൻ ശ്രമിക്കുന്നത്. തന്റെ പിന്തുണയ്ക്കുന്ന തന്റെ താൽപര്യത്തിനൊത്തു പ്രവർത്തിക്കുന്ന ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിക്കിനെ ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി അധിക ചുമതല നൽകിയതിലൂടെ തന്റെയും അമേരിക്കയുടെ തന്നെയും 1.5 നൂറ്റാണ്ടായുള്ള സ്വപ്നം നിറവേറ്റാനാണ് ട്രംപിന്റെ നീക്കം. എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.